കേരള പ്രൊഡക്റ്റിന് ചില പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് നോർത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഭയങ്കര പാടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ബോംബെ ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സംസാരിക്കുകയോ സൂപ്പർ സ്റ്റോക്കിസ്റ്റായിട്ടോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്ന അവർ ഞങ്ങൾ ദമനിലെ ഐറ്റംസ് മാത്രമായിട്ടോ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഗുജറാത്ത് അഹമ്മദാബാദിന് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ബോംബെന്ന് ചെയ്യുന്നുള്ളൂ, കേരളത്തിൽ ഞങ്ങൾ ചെയ്യുന്നില്ല. കേരളത്തിൽ നിന്നോ മാക്സിമം അവർ പറയണത് ഞാൻ വന്നിട്ടുണ്ട്, ഐ ഹാവ് കെയിം ടു ആലപ്പുഴ, ഗുഡ് കരിമീൻ കറി ഗുഡ് എവറിഥിങ് ഗുഡ്. ബട്ട് അവിടെ നിന്നൊരു പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ഒരു വലിയ പ്രശ്നമായിരുന്നു. മാത്രമല്ല നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിയിലാണ്. ട്രാൻസ്പോർട്ടേഷൻ വാസ് എ ഹ്യൂജ് പ്രോബ്ലം. കാരണം ഇവിടെ നിന്ന് ഇപ്പം ഒരു ആർമി ക്യാൻറ്റീനിലെ സാധനം എത്തിക്കണം, ഡെറാഡൂണിലാണ് സപ്ലൈ എന്ന് പറയാം വിചാരിക്കുക. ഇവിടെ നിന്ന് ഈ സാധനം എത്തിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഹാർഡ്. അത് ഒരു വലിയ പ്രശ്നങ്ങളാണ്. അത് മനസ്സ് മടുപ്പിക്കുന്നതായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതല്ലെങ്കിൽ അവിടെ ചെന്നെത്തിയാലും അത് എളുപ്പമല്ലായിരുന്നു. അതന്നേരം വേറെ രീതിയിലൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. സ്റ്റാർട്ട് വെയർ ഹൗസ് ഇൻ മുംബൈ, ഒറ്റയടിക്ക് ഇത് ചെയ്യുക, മേക്ക് ഇറ്റ് എ ബോംബെ പ്രൊഡക്റ്റ്. അത് എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. മനസ്സ് മടുക്കുമെന്ന് വെച്ചാൽ മടുക്കുന്നിടത്തു നിന്നല്ലേ തുടങ്ങുന്നത്. എന്തും മടക്കുന്നിടത്തു നിന്നാണല്ലോ നമ്മൾ തുടങ്ങുക. എല്ലാം അങ്ങനെ എല്ലായിടത്തും എൻ്റെ ജീവിതം അതുപോലെയാണ്. എപ്പോഴത്തെ ഫുൾ സ്റ്റോപ്പ് അവിടെ നിന്ന് അടുത്ത പോയിന്റ്.